എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് സിംഗിൻ്റെ വേഷമൊക്കെ പഞ്ചാബിയുടെ വേഷമൊക്കെ കെട്ടി എൻ ജ്വല്ലറിയിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ പേര് ജഗദീപ് സിംഗ് ആണ് എന്ന് പറഞ്ഞ്. അന്നേരം അവിടെ ഇരിക്കുന്ന മാനേജർ പറയുന്നുണ്ട്, ആ സാറ് വരും എന്ന് ഡേവിഡ് സാറ് പറഞ്ഞായിരുന്നു, ഇരിക്കുക എന്ന് പറഞ്ഞ് ഇരുത്തുന്നു. എന്നിട്ട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, വന്നിരിക്കുന്നതേ പറയുന്നുണ്ട് കേട്ടോ, 30 വർഷമായിട്ട് കേരളത്തിൽ വരുന്നതാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മലയാളം അറിയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് നേരാലോ, നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ പറയുന്നുണ്ട്. ആദർശ് അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കേണ്ടി വരില്ലേ, ആദർശിന് ഹിന്ദി അറിയില്ല, അതുകൊണ്ടാണ് ആദ്യമേ മലയാളം അറിയാം എന്ന് പറഞ്ഞു വെച്ചത്. ഏതായാലും മാനേജർ ഡേവിഡിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ജഗദീപ് സിംഗ് വന്നിട്ടുണ്ടെന്ന്. അതിനുശേഷം അവർ ക്യാബിനിലേക്ക് കയറി ചെല്ലുന്നു. ജഗദീപ് സിംഗ് പരിചയപ്പെടുന്നു. അതിനുശേഷം ഇരുന്ന് ബിസിനസ്സിനെ പറ്റി സംസാരിക്കുവാണ്. അന്നേരം ജഗദീപ് സിംഗ് പറയുന്നുണ്ട്, ഞാൻ ഒരു 1000 കോടിയുടെ ബിസിനസ് ലക്ഷ്യമിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഡീലിങ്സ് ഒക്കെ നടത്തിയിരുന്നത് മൂർത്തി ജ്വല്ലറി ആയിട്ടാണ്. പക്ഷേ അവിടുത്തെ മേക്കിംഗ് ചാർജ് ഇത്തിരി കൂടുതലാണ്. ഇവിടെ മേക്കിംഗ് ചാർജ് ഇല്ല എന്ന് പറയുമ്പം നിങ്ങളുമായിട്ട് സംസാരിക്കാം എന്ന് കരുതി എന്ന് പറയുവാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഡേവിഡിന്. അതേതായാലും നന്നായി എന്ന് പറയുന്നു. അന്നേരം അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആദർശ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മേക്കിംഗ് ചാർജ് ഇല്ലാതെ ബിസിനസ് നടത്താൻ പറ്റുന്നത് എന്ന്. അന്നേരം അങ്ങനെ പറയും, മാർക്കറ്റ് പിടിക്കണ്ടേ, അതിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പം പയ്യെ മേക്കിംഗ് ചാർജ് ഈടാക്കി തുടങ്ങും. പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ സ്വർണം എവിടെ കൊണ്ട്, ലോകത്ത് എവിടെ കൊണ്ട് വിറ്റാലും മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത്രയ്ക്കും പ്യൂറായിട്ട് സ്വർണ്ണമാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ജഗദീപ് സിംഗ് ആയ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, നോർത്ത് ഇന്ത്യ മൊത്തം ഞാനാണ് ഗോൾഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു ഡീല് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ ഗുണം ചെയ്യും. പല സംസ്ഥാനങ്ങളിലെയും പൾസ് എനിക്ക് നന്നായിട്ട് അറിയാം, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നൊക്കെ പറയുകയും ഭയങ്കര സന്തോഷത്തിലാണ് ഡേവിഡ്. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, അതേതായാലും നന്നായി. ഇപ്പം ദുബായിൽ ഞങ്ങൾ 1ാം സ്ഥാനത്താണ്, മുംബൈയിലും അങ്ങനെ തന്നെയാണ്. ഈ വിഷുവോടുകൂടി കേരളത്തിൽ ഞങ്ങൾ 1ാം നമ്പർ ആവും. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെ 5 കിലോമീറ്ററിനുള്ളിൽ 2 ജ്വല്ലറികളാണ് ഞങ്ങൾ തുറക്കാൻ പോകുന്നത്. മൂർത്തി ജ്വല്ലറിക്ക് പോലും അങ്ങനെയൊരു ഷോറൂമില്ല, ഒറ്റ ഷോറൂമേ ഉള്ളൂ അവർക്ക് ടൗണിനകത്ത്, പിന്നെ അങ്ങ് ആറ്റിങ്ങലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻ ജ്വല്ലറി പൊക്കി പറയുന്നുണ്ട് അങ്ങേര്. അന്നേരം അതിനിടയ്ക്ക് ചോദിക്കും ആദർശ്, സാറിന് വേറെ പാർട്ട്നേഴ്സ് ഉണ്ടോ എന്ന്. അന്നേരം നിലവിലില്ല, ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയും. പിന്നെ പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണോ, സ്വർണ്ണ ബിസിനസ് ചെയ്യുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. ഇതില്ലാതെ വേറെ ബിസിനസ് ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, എനിക്ക് റിയൽ എസ്റ്റേറ്റും അതുപോലെ ദുബായിൽ 3-4 ഹോട്ടലൊക്കെ ഉണ്ട്, അതൊക്കെ ഡള്ളായിട്ട് നിൽക്കുവാണ്. പക്ഷേ ഗോൾഡിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊരു വലിയ നേട്ടമായി എന്നൊക്കെ പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പം ഡേവിഡ് എടുത്തു പറയുവാണ്, ഞങ്ങളുടെ മോഡൽ മൂർത്തി ജ്വല്ലറിയിലെ മരുമകളാണ്, അത് ഞങ്ങൾക്ക് നല്ലൊരു മൈലേജ് തന്നിട്ടുണ്ട്. മിക്കവാറും ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും കൂടെ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്, ഇന്ന് വരുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്നുകൂടി പറയും. അന്നേരം ആദർശനൊരു പേടി, ഇനി അവർ വന്നു കഴിയുമ്പം ആദർശനെ തിരിച്ചറിഞ്ഞാലോ എന്നോർത്ത്. അവർ ഉടനെയാനും വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ വരുമോ എന്നറിയത്തില്ല, വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഈ സമയം നവ്യയെ കാണിക്കുന്നുണ്ട്. നവ്യയും അഭിയും കൂടെ വണ്ടി പോരുവാണ്. അന്നേരം ഇവർ പുറത്തിറങ്ങിയതിന് ശേഷം ഇടയ്ക്ക് ദേവയാനി വിളിച്ചായിരുന്നു. അതിൻ്റെ ദേഷ്യമൊക്കെ നവ്യ പറഞ്ഞു തീർക്കുന്നുണ്ട്. അവർ ഫോൺ വിളിക്കുമ്പം എടുക്കേണ്ട കാര്യമില്ല, നീ അവരുടെ അടിമയായിട്ട് നിൽക്കരുത്, നിൻ്റെ ലൈഫിൽ നല്ലത് വരാനുള്ളതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അയാളുടെ കുഞ്ഞിനോട് പോലും, ആദർശിൻ്റെ കുഞ്ഞിനോട് പോലും യാതൊരു നന്ദിയുമില്ല, അതുകൊണ്ടല്ലേ ആ കുട്ടീനെ തറവാട്ടിലിട്ടിട്ട് പോയത്. പുറകെ ഭർത്താവിനെ സ്നേഹിക്കുന്ന എൻ്റെ അനിയത്തിയും ഇറങ്ങിപ്പോയി, വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് പോലും കരുതാതെ അവിടെയും അവൾ ഒരു ബുദ്ധി കാണിച്ചിട്ടുണ്ട്. ആ കൊച്ചിനെ തറവാട്ടിൽ നിർത്തിയിട്ടാണ് പോയത്. ഭർത്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അബിക്ക് ചെറിയൊരു പേടി. അബി പറയുന്നുണ്ട്, നീ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയരുത് കേട്ടോ, എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താകാനുള്ള അവസരം നീ തന്നെ ഉണ്ടാക്കുമെന്ന് പറയുമ്പം നീ എന്തിനാ പേടിക്കുന്നത്, പറയാനുള്ളത് നമ്മൾ എവിടെയാണെങ്കിലും തുറന്ന് പറയണം. എന്തായാലും നിനക്ക് ഇന്ന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയും. എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അബി. അന്നേരം എന്താണെന്ന് നീ അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ അവർ എൻ ജ്വല്ലറിയിലേക്ക് ചെല്ലുന്നു. ഇവർ കയറി ചെല്ലുന്നത് മാനേജർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ബാ ഇരിക്കുക എന്ന് പറയും. അങ്ങനെ വിളിച്ചിരുത്തി അബിയെ പരിചയപ്പെടുത്തുന്നു. അബിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, അബിക്ക് നല്ലൊരു ജോലി ഏതായാലും എൻ ജ്വല്ലറി ഓഫർ ചെയ്യും, ഡേവിഡ് സാറിൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ അദ്ദേഹം കൈവിടില്ല എന്നൊക്കെ പറയുമ്പോൾ അബിക്കും ഭയങ്കര സന്തോഷം.
അന്നേരം അഭി പറയുന്നുണ്ട്, ഞാനിവിടെ ജോലിക്ക് വരുമ്പം അത് അങ്ങ് മൂർത്തി ജ്വല്ലറിയിൽ ആകെ പ്രശ്നമാകും, വീട്ടിൽ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇപ്പം തന്നെ, പിന്നെ ബിസിനസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അവിടെ പല അഴിമതികളും നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. അന്നേരം മാനേജർ പറയുന്നുണ്ട്, നിങ്ങൾ വന്നത് നല്ല സമയത്താണ്, ഇപ്പം അകത്തൊരു പഞ്ചാബി ഉണ്ട്, അയാൾ വലിയൊരു ഡീല് എയിൻ ജ്വല്ലറി ആയിട്ട് വയ്ക്കാനാണ് വന്നേക്കുന്നത്, അത് നടക്കുവാണെങ്കിൽ നമുക്ക് വൻ ലാഭമായിരിക്കും, ഏതായാലും നിങ്ങൾ വന്ന സമയവും നല്ലതായതുകൊണ്ട് സാറിന് ഇപ്പം സാർ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം അകത്ത് ആദർശ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചുഴിന്നെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, എവിടെ നിന്നാണ് സ്വർണം കൊണ്ടുവരുന്നത് എന്നൊക്കെ വരെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും അങ്ങനെ ആ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആദർശ് പറയും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ കളക്ഷൻസൊക്കെ കാണണം, ഏകദേശം ഒരു 1000 കോടിയുടെ ഡീലാണ് ഞാൻ വെക്കാൻ പോകുന്നത്, സ്വർണം മാത്രമല്ല ഡയമണ്ടും വേണമെന്നൊക്കെ പറയുന്നു. ഭയങ്കര സന്തോഷത്തിൽ ഡേവിഡ് സമ്മതിച്ച് കൈയൊക്കെ കൊടുത്ത് പിരിയുക. ആദർശ് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം അവിടെ അഭിയും നവ്യയും കൂടി ഇരിക്കുന്ന കാണും. അന്നേരം ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈശ്വര അവരെന്നെ തിരിച്ചറിയുമോ എന്ന്. ഏതായാലും രണ്ടും കൽപ്പിച്ച് കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡേവിഡിനോട് സംസാരിച്ചപ്പോൾ ആ കണ്ണാടി പോലും ഇല്ലാതെ സംസാരിച്ചു, എന്നിട്ടും ഡേവിഡിന് യാതൊരു സംശയവും തോന്നിയില്ല. ഏതായാലും പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ മാനേജറെ വിളിച്ചിട്ട് മാനേജരോട് പറയുന്നുണ്ട്, അതെ ഞാൻ അകത്ത് ഡേവിഡ് സാറിനോട് സംസാരിച്ചു, ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളുടെ കളക്ഷൻസൊക്കെ കാണാം, നമുക്കങ്ങനെ ഒരു ഡീൽ ഒപ്പുവെക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശങ്ങ് പോവുക. ആദർശനെ കാണുന്നുണ്ട് നവ്യയും അഭിയൊക്കെ കണ്ണും വെച്ച് നോക്കുന്നുണ്ട്, എന്നിട്ടും അവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. ഏതായാലും ആദർശ് പോയി കഴിയുമ്പം മാനേജർ നവ്യയോടും അഭിയോടുമായിട്ട് പറയുന്നുണ്ട്, ഏതായാലും ആ ഡീൽ ഉറപ്പിക്കുന്ന ലക്ഷണമാണ്, അങ്ങനെയാണെങ്കിൽ എയിൻ ജ്വല്ലറി ഇനിയും മുകളിലേക്ക് പോകും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതേതായാലും നന്നായി, ഞാനാണല്ലോ ഇപ്പോൾ മോഡലായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓരോ വളർച്ചയും എയിൻ ജ്വല്ലറിയുടെ ഓരോ വളർച്ചയും എന്നെ സന്തോഷത്തിലാക്കുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡേവിഡ് സാറിനെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് മാനേജർ. അപ്പം ഇവരെ കാണുന്നെങ്കിൽ ഭയങ്കര സന്തോഷം ഡേവിഡിന്, വാ വന്നിരിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തുന്നു. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ അഭിയെ കാണുമ്പം അഭിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പോലെ, ഇതാണോ അഭിനന്ദൻ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നവ്യ ചോദിക്കും, സാറ് ഇതിനു മുമ്പ് അഭിയോട് സംസാരിച്ചിട്ടില്ലേ എന്ന്. അന്നേരം ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ, അല്ല ഗൾഫിൽ നിന്ന് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചായിരുന്നു എന്നിങ്ങനെ അഭി പറയുവാണ്. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, അതെൻ്റെ PA ആണ്, ഞാൻ പറഞ്ഞായിരുന്നു MD ആണ് വിളിക്കുന്നതെന്നങ്ങ് പറഞ്ഞു, അതൊരു പവറാണല്ലോ എന്ന് പറഞ്ഞായിരുന്നു, അല്ലാതെ ഞാൻ ഇതുവരെ തന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് പറയുവാണ്, ഞങ്ങൾ ഈ ടൗണിൽ തന്നെ 2 ജ്വല്ലറി തുടങ്ങാൻ പോകുന്നത്, അതിൽ ഒരു ബ്രാഞ്ച് മൊത്തത്തിൽ ഏൽപ്പിക്കാൻ പോകുന്നത് അഭിയാണ്, ഇനി അഭിയാണ് അത് നോക്കി നടത്തേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അഭിക്ക്. പക്ഷെ നല്ല ടെൻഷനുണ്ട്, കാരണം എയിൻ ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് അഭിയാണ് നോക്കാൻ പോകുന്നത് എന്ന് പറയുമ്പം പിന്നെ അനന്തമൂർത്തിയുടെ കൊച്ചുമകനായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ ഇവരെല്ലാം നന്മമരങ്ങളായതുകൊണ്ട് വീടിനെ ഒരു ഭാഗത്ത് എയിൻ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നവരും മറുഭാഗത്ത് മൂർത്തി ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ടവരും ജീവിച്ചോട്ടെ എന്ന് കരുതുമോ എന്നറിയത്തില്ല. ചേച്ചിയുടെ ജീവിതമല്ലേ, തകരാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. ഏതായാലും അഭി ആ ടെൻഷൻ പറയുന്നുണ്ട്, സാറേ ഞാൻ ആകപ്പാടെ മുങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് എന്നെ വെച്ച് പരീക്ഷണങ്ങളൊന്നും നടത്തരുതേ എന്ന് പറയുമ്പോൾ ഡേവിഡ് ചോദിക്കും, താൻ എന്തിനാടോ പേടിക്കുന്നേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, തനിക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ കൂടെ നിൽക്കും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നവ്യയോടായിട്ട് പറയുന്നുണ്ട്, നവ്യയാണ് അഭിനന്ദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്കിലും ഇത് അഭിയുടെ ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്, അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതാണ് കൂടുതൽ നല്ലത്, നവ്യ ഒന്ന് പുറത്ത് നിൽക്കാവോ എന്ന് ചോദിക്കും. അന്നേരം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നവ്യ പുറത്തേക്ക് പോകട്ടോ. നവ്യ പുറത്തേക്ക് പോയി കഴിയുമ്പം ഡേവിഡ് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ഡീലിങ്സും സംസാരവും ഒന്നും നവ്യയോട് പറയേണ്ട കാര്യമില്ല, നവ്യയും നിങ്ങളും തമ്മിലുള്ള ആ സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പം അഭിയോഗിക്കും, അതൊക്കെ എങ്ങനെ സാറിന് അറിയാവുന്നതെന്ന്. അന്നേരം എല്ലാ കാര്യങ്ങളും അറിയാം, മൂർത്തി ജ്വല്ലറിയുടെ അടിവേര് തൊട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്, ജയിക്കാൻ അതൊക്കെ വേണമല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ആ വീട്ടിൽ ചന്തു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുണ്ടെന്നും അത് അഭിയുടെ ആണ് എന്നുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഡേവിഡ് പറയുവാണ്, എയിൻ ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് അഭി ഏറ്റെടുത്ത് നടത്തുമ്പം വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം, അതിനെയൊക്കെ തരണം ചെയ്ത് തനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഈ ജോലി ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറ്റും എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ഒരു ഡീലിങ്സും നവ്യ അറിയരുത് എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, എന്ന് കരുതി ആ ഭാര്യനെ ഒഴിവാക്കണമെന്നല്ല, ഞങ്ങളുടെ മോഡലാണ് നവ്യ, അവളെയും നമ്മളോടൊപ്പം തന്നെ ചേർത്ത് നിർത്തണം, എന്തൊക്കെ പറഞ്ഞാലും നവ്യേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടത് തന്നെ
അങ്ങനെയാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അബി അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്നു. അബിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ AN ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് നോക്കാൻ അബി പോകുന്നു. അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സന്തോഷത്തോടെ എഴുന്നേറ്റ് കൈയൊക്കെ കൊടുത്ത് നന്ദിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.